ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധി പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം സൂക്ഷിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഗുണകാംക്ഷപൂർവ്വം വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ പത്രം മറിച്ച് നോക്കിയ സന്ദർഭത്തിൽ വളരെ വേദനാജനകമായ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അയൽവാസിയായ നായയുടെ തുടർച്ചയായ കുര കാരണം ഒന്നുറങ്ങാൻ കഴിയാതെ അർബുദ രോഗിയായ അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് നമ്മൾ പത്രത്തിൻ്റെ പേജ് മറിച്ചപ്പോൾ വായിച്ചു കഴിഞ്ഞത്. അർബുദം ശരീരത്തെ കാർന്നു തിന്നുന്ന വേദനയ്ക്കിടയിലും അയൽവാസി റോയിയുടെ വീട്ടിലെ നായയുടെ നിർത്താതെയുള്ള കുര കാരണം റസാഖിന് സ്വസ്ഥമായി ഒന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, അത് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം കൂടുതൽ രോഗവിഷണ്ണനായി ആരോഗ്യനില വഷളായി പോയ വാർത്തയാണ് നമ്മൾ വായിച്ചത്. നായയുടെ ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റസാഖിൻ്റെ ഭാര്യ സീനത്ത് അവർ പോലീസിലും കോർപ്പറേഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും നിരന്തരമായി കയറിയിറങ്ങുകയും കൃത്യമായ പരാതികൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. റസാഖിൻ്റെ വീടിന് കിടപ്പുമുറിയോട് ചേർന്നായിരുന്നു അയൽക്കാരൻ്റെ നായക്കൂട്. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മകൾക്ക് കുഞ്ഞുണ്ടായപ്പോഴും കൂട് മാറ്റാൻ റസാഖ് ആവശ്യപ്പെട്ടെങ്കിലും അയൽവാസി തയ്യാറായിരുന്നില്ല. ക്യാൻസർ രോഗിയായ ഭർത്താവിന് സമാധാനത്തോടെ ജീവിക്കാൻ നായയുടെ കുര തടസ്സമാകുന്നുവെന്നും പരാതിയിൽ മാനുഷിക സമീപനത്തോടുകൂടി പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട അദ്ദേഹവും കുടുംബവും മനുഷ്യാവകാശ കമ്മീഷൻ കൃത്യമായി അതിൽ പരിഹാരമുണ്ടാക്കണമെന്ന് കയറിയിറങ്ങിയതിൻ്റെ ഫലമായി മനുഷ്യാവകാശ കമ്മീഷൻ അദ്ദേഹത്തിന് ഒരു അനുകൂല ഉത്തരവ് കൊടുത്തു. പക്ഷെ അനുകൂല ഉത്തരവ് വന്നത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ്. ഒരുപക്ഷെ വല്ലാത്ത ഹൃദയവേദനയോടുകൂടി മാത്രം ആ മരണത്തിൻ്റെ പത്രക്കുറിപ്പ് വായിച്ചവരാണ് നമ്മളധികം. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്നതും എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയ സംബന്ധിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ പത്രക്കുറിപ്പ് ഓർമ്മപ്പെടുത്തിയത്.
നമ്മൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധം, ഈ ബന്ധത്തിൽ വല്ലാത്ത വിള്ളലുകൾ വന്ന ഒരു കാലമാണ് നമ്മുടേത്. നമ്മൾ ആളുകളോട് ഇടപഴകി ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് സ്വാഭാവികമായും അവരോടുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ മൂല്യവത്തായതും വിലപിടിപ്പുള്ളതുമാണ്. പക്ഷെ പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത, എപ്പോഴാണ് പാര വരുന്നത് എന്നറിയാത്ത തരത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സെൽഫി എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും ആശയവും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്ന ഒരു പദമാണ്. ആളുകൾ പറയും, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അയാളുടെ മൊബൈലിന്റെ വെളിച്ചത്തിൽ ആ സ്ക്രീനിൽ അയാളെ കൊള്ളുമെങ്കിൽ അയാൾ നന്നേ കവിഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾ, അതല്ലാതെ മറ്റൊരാൾക്കും ഇടമില്ല എന്നും, ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു എന്ന ആളുകൾ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആരോടും ഇടപഴകാതെ ഉള്ളൊതുങ്ങി ജീവിക്കുന്നത് അത് വിശ്വാസത്തിന് വിരുദ്ധമാണ്, ഈമാനിന് വിരുദ്ധമാണ് എന്നൊരൊറ്റ കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം ഓർമ്മപ്പെടുത്തുന്നത്. ഈമാനിന് നിരക്കാത്തതാണ് എന്നത് മാത്രമല്ല, ഒറ്റയ്ക്കൊരാൾ സ്വയം ഒതുങ്ങിക്കൂടി ലൈറ്റണച്ച് വീട്ടിൽ കയറി കൂടി ജീവിക്കുന്നത് മനുഷ്യത്വത്തിനും വിരുദ്ധമാണ്. അദ്ദീനു അൽ മുആമല, ദീൻ എന്നാൽ അത് ആളുകളുമായി ഇടപഴകലാണ് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആരാധനകളുടെ കൂമ്പാരവും പാണ്ടക്കെട്ടുകളും കയ്യിലുണ്ടായിട്ടും ചില ആളുകൾ ദരിദ്രരായി പോകുന്നതിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നിടത്ത് കാണാം. റസൂൽ ഒരിക്കൽ സഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, അത്തദറൂന മനിൽ മുഫ്ലിസ്, സഹാബത്തെ ആരാണെന്ന് അറിയുമോ? സമൂഹത്തിലെ പാപ്പരായ ആളുകൾ. അപ്പൊ സഹാബികൾ പറയുന്നുണ്ട്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ വലാ ദീനാറ വലാ മത്ത. പ്രവാചകരെ, പണമില്ലാത്തവരാണ് സമൂഹത്തിലെ ദരിദ്രർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, അല്ല, ഒരുപാട് ആരാധനകളുടെ കൂമ്പാരമുണ്ടായിട്ടും പരലോകത്ത് വരികയും ചുറ്റുവട്ടത്തുള്ള മനുഷ്യരോട് എങ്ങനെ ഇടപെടണമെന്ന് അറിയാത്തതിന്റെ പേരിൽ ആരാധനകൾ മുഴുവൻ നിഷ്ഫലമായി പരലോകത്ത് വരുന്ന മനുഷ്യരാണ് ഏറ്റവും വലിയ ദരിദ്രൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു പെണ്ണിനെ കുറിച്ച് പറയുമ്പോഴും റസൂൽ അതേ വാചകം ആവർത്തിക്കുന്നുണ്ട്. ഫുലാനത്തുൻ തുദ്കറു മിൻ കസ്റത്തി സ്വലാത്തിഹാ വസിയാമിഹാ, ഒരുപാട് നോമ്പെടുക്കുന്ന പെണ്ണ്, അള്ളാഹുവിന്റെ റസൂലെ ഒരുപാട് നമസ്കരിക്കുന്ന പെണ്ണ്, ആരാധനകളുടെ ഭാണ്ഡക്കെട്ടുകൾ ധാരാളമുള്ളൊരു പെണ്ണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു ചേർത്ത് വെച്ച കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇല്ലാ അന്നഹാ തുദി ജീറാനഹ, ഒരുപാട് നമസ്കാരങ്ങളുടെയും അമലുകളുടെയും ഭാണ്ഡക്കെട്ടുകളുള്ള ആ സ്ത്രീയുടെ ഒരേ ഒരു പ്രശ്നം അയൽവാസിയോട് പെരുമാറാൻ അറിയില്ല എന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ആ സ്ത്രീയെ കുറിച്ച് പറയുന്ന ഒരു പ്രസ്താവന, ലാ ഖൈറ ഫീഹാ വഹിയ മിൻ അഹ്ലിൻ നാർ, അവളിൽ ഒരു നന്മയുമില്ല, അവൾ നരകക്കാരിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രസ്താവിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്തുകളിൽ ദീനിനെ കളവാക്കുന്നവരാരെന്നറിയുമോ? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഈ ദീനിലെ കള്ളന്മാരാരെന്നറിയുമോ എന്ന് ചോദിക്കുന്നിടത്ത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ ചെറിയ ഉപകാരങ്ങൾക്ക് പോലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ആളുകളാണ് ദീനിലെ കള്ളന്മാർ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നത് സൂറത്തുൽ മാഊനിലാണ്. അതുകൊണ്ടാണ് അദ്ദീനു അൽ മുആമല, ദീൻ എന്നാൽ ആരാധനകൾ മാത്രമല്ല, എങ്ങനെ ഇടപെടണം, എങ്ങനെ ഇടപഴകണം, എങ്ങനെ സമീപനങ്ങൾ പുലർത്തണം എന്നതുകൂടിയാണ് ദീൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുൽ നിസായിലെ 36-ാമത്തെ ആയത്ത്. ഈ ആയത്ത് അത്ഭുതകരമായ ഒരു ആയത്താണ്. 36-ാമത്തെ സൂറത്തുൽ നിസായിലെ ആയത്ത് അല്ലാഹു തആല ആരംഭിക്കുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, പടച്ചവനോട് നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത് നമ്മൾ ഇടപഴകുന്ന 8 വിഭാഗം ആളുകളെ കുറിച്ചാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മയിൽ വർദ്ധിക്കണം. വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോട് നന്മ പുലർത്തണം. വൽ യതാമ, അനാഥകളോട്
മാന്യമായി വർത്തിക്കണേ. വൽ മസാക്കീൻ, അഗതികളോട് നന്മയിൽ നിങ്ങൾ പെരുമാറണം. വൽ ജാരിദിൽ ഖുർബ, ബന്ധുവായ അയൽക്കാരനോട്. വൽ ജാരിൽ ജുനുബി, ബന്ധുത്വമില്ലാത്ത അയൽക്കാരനോട്. വസ്സാഹിബി ബിൽ ജംബി, കൂടെ ഇടപഴകുന്ന സഹപ്രവർത്തകനോട്. വബിനിസ് സബീൽ, വഴിയാത്രക്കാരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അതേ സ്വരത്തിലും അതേ ഭാവത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 8 കൂട്ടരെ കുറിച്ച് വളരെ കൃത്യമായി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 8 കൂട്ടരെ കുറിച്ചും പറഞ്ഞത് ഇതിൽ നമുക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അർബുദ രോഗിയായ റസാഖിന്റെ മാനസികാവസ്ഥയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മരണാനന്തരമുള്ള നടപടിക്രമത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. നമുക്കിടയിൽ ഏറ്റവും അധികം വിള്ളലുകൾ വീഴുന്ന, ഏറ്റവും അധികവും ആദ്യവും വിള്ളലുകൾ വീഴുന്ന ബന്ധമാണ് നമ്മോട് അടുത്ത് ഇടപഴകുന്ന ആളുകളോടുള്ള നമ്മുടെ ബന്ധം. അയൽവാസിയാവട്ടെ, സഹപാഠിയാവട്ടെ, കൂടെ സഫിൽ നിൽക്കുന്ന ആളാകട്ടെ, ജോലി ചെയ്യുന്ന ആളാകട്ടെ, ഈ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ, ഒരു പറമ്പ് വാങ്ങിക്കുമ്പോൾ ആദ്യം തീരുമാനിക്കുന്നത് എൻ്റെ അതിര് എങ്ങനെ വേർതിരിച്ച് കെട്ടണം, ഞാൻ എവിടെ മതിൽ പറയണം. വീട് പണിയുന്നതിന് മുമ്പേ, വീട് പണിക്ക് തറ കെട്ടുന്നതിന് മുമ്പേ മതിൽ പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ് നമ്മൾ അധികവും. അപ്പുറത്തുള്ളവനെയും ഇപ്പുറത്തുള്ളവനെയും മുൻഭാഗത്തുള്ളവനെയും പുറകുഭാഗത്തുള്ളവനെയും അവന്റെ ഉപദ്രവത്തിൽ നിന്ന് എനിക്കെങ്ങനെ പ്രതിരോധിച്ച് സ്വസ്ഥമായി എൻ്റെ വീട്ടിൽ ഒതുങ്ങി ഒന്നും കാണാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കാൻ കഴിയും എന്നാലോചിക്കുന്നവരാണ് നമ്മൾ അധികവും. ആദ്യം അവനെ തടയണം. വീട് പണിയുന്നതിന് മുമ്പ് മതിൽ പണിയുകയും വീട്ടുകാരെ കാണുന്നതിന് മുമ്പ് കാവൽ പട്ടിയെ കാണുകയും ചെയ്യുന്ന അയൽപക്ക ബന്ധങ്ങളായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബന്ധങ്ങൾ മാറി എന്ന് പറഞ്ഞത് ഒരു കവിയാണ്. ആദ്യം ഉയരുന്നത് വീട് പണിയുന്നതിന് മുമ്പ് മതിൽ ഉയരുകയും വീട്ടുകാരനെ കാണുന്നതിന് മുമ്പ് കാവൽ നായെ കാണുകയും ചെയ്യുന്ന ബന്ധുത്വങ്ങളായി നമ്മുടെ അയൽ ബന്ധങ്ങൾ മാറിയിട്ടുണ്ട്. പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന ഒരു കവിയുണ്ട് മലയാളത്തിൽ. അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ കഥ അദ്ദേഹം മതിൽ എന്ന പേരിട്ടുകൊണ്ട് അദ്ദേഹം ഒരു കവിത രചിക്കുന്നുണ്ട്. ആ കവിത ഇങ്ങനെയാണ്. ഒരയൽവാസി തൻ്റെ അടുത്ത അയൽവാസിയോട് ചോദിക്കുന്ന ഒരു രംഗം പവിത്രൻ തീക്കുനി വളരെ മനോഹരമായി അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. നിന്റെ വീടിന് ഞാൻ കല്ലെറിഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും ഞാൻ നിന്റെ വീട്ടിലേക്ക് എത്തി നോക്കിയിട്ടില്ല, നിന്റെ തൊടിയിലോ മുറ്റത്തോ വന്നെന്റെ കുട്ടികൾ ഒന്നും നശിപ്പിച്ചിട്ടില്ല, ചൊരിഞ്ഞിട്ടില്ല നിന്റെ മേൽ ഒരപരാധവും, അടുപ്പരിയാത്ത ദിനങ്ങളിൽ വിശപ്പിനെ വാരി തിന്നപ്പോഴും ചോദിച്ചിട്ടില്ല നിന്നോട് കടം, നിന്റെ ഉയർച്ചയിലും നിന്റെ പ്രശസ്തിയിലും എന്നും എനിക്ക് അഭിമാനമായിരുന്നു. എന്നിട്ടും എൻ്റെ പ്രിയപ്പെട്ട അയൽക്കാര, നമ്മുടെ വീടുകൾക്കിടയിൽ പരസ്പരം കാണാനാവാത്ത വിധം എന്തിനാണ് ഇങ്ങനെ ഒരെണ്ണം നീ കെട്ടി ഉയർത്തിയത് എന്ന് പവിത്രൻ തീക്കുനി ചോദിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ സമൂഹത്തോട് മാത്രമല്ല മനുഷ്യത്വം മരവിച്ചു പോയ ബന്ധങ്ങളിലേക്ക് അദ്ദേഹം ഒരു തീപ്പന്തമായി തീക്കുനി അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, ആവിഷ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് അദ്ദേഹത്തിന്റെ ചോദ്യം മാത്രമല്ല, ഒരു കവിയുടെ ചോദ്യത്തിനപ്പുറത്തേക്ക് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് മതിലുകൾ ഉണ്ടാവുന്നത് നമ്മുടെ പറമ്പിലാണല്ലോ, എൻ്റെ വീടിനെ തിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ആദ്യം മതിലുണ്ടാക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം മതിലുണ്ടാവുന്നത് നമ്മുടെ പറമ്പിലല്ല, ആദ്യം മതിലുണ്ടാവുന്നത് നമ്മുടെ മനസ്സകങ്ങളിലാണ് എന്ന വിചാരബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടുന്നത്. നമ്മുടെ മനസ്സിലെ മതിലിന്റെ വലിപ്പമാണ് കരിങ്കൽ ഭിത്തിയായി നമ്മുടെ വീടിനെ വേർതിരിക്കുന്നത്. മതിലിന്റെ ഉയരത്തെ നിർണയിക്കുന്നത് നമ്മുടെ മനസ്സിന് എത്ര വലിപ്പമുണ്ട് എന്നതിനെ ആസ്വദിച്ചുകൊണ്ടായിരിക്കും എന്നാണ് നാം തിരിച്ചറിയേണ്ടുന്നത്. ആരെങ്കിലും വീട് വെക്കുമ്പോൾ മതിൽ കെട്ടണ്ടെന്നോ അല്ലെങ്കിൽ വേലി കെട്ടണ്ടെന്നോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടിപ്പൂട്ടി അടച്ചു വെക്കുക. എൻ്റെ അയൽക്കാരനോട് എനിക്കൊന്നും പറയാനുമില്ല, അവന് എന്നോടുമൊന്നും പറയാനും കേൾക്കാനുമില്ല, അവൻ്റെ ശല്യം എനിക്കുണ്ടാവാനും പാടില്ല. ഇങ്ങനെയുള്ള മതിലുകൾ നിങ്ങൾ പൊളിക്കണം, മനസ്സുകൾ പൊളിക്കണം. വിശുദ്ധമായ ഖുർആന്റെ നിർദ്ദേശമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വെറുതെ ഒരാലങ്കാരിക ഭംഗിയിൽ പറയുന്നതാണ് എന്ന് തോന്നും. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകൾ എവിടെയൊക്കെ ഉണ്ടോ
അയൽപക്ക സംബന്ധമായി വിശദീകരിക്കുന്ന ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അത് നിങ്ങളുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞിട്ടാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അവന് ഈമാനുണ്ട് എങ്കിൽ, പരലോകത്തെക്കുറിച്ച് ബോധ്യമുണ്ട് എങ്കിൽ, അല്ലാഹുവിൽ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ, ഫൽയുക്രിം ജാറഹു, അവൻ ആദ്യം ചെയ്യേണ്ട പണി അവൻ ഇടപഴകുന്നവരോട് അവൻ മാന്യമായി വർത്തിക്കണം. ആമനബി മൻ ആമനബി മൻ ബാത ശബആൻ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി വഹുവ യഅലമു ബിഹി, എന്നിൽ ഈമാനില്ലാത്തവരാകുന്നു അയൽവാസി വിശന്നിരിക്കെ ഭക്ഷണം കഴിക്കുന്നവൻ എന്ന് പ്രവാചകൻ പറഞ്ഞത്, അവിടെ ഈമാനിനെ ചേർത്ത് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അയൽക്കാരനോട് ഏറ്റവും നന്നായി വർത്തിക്കട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹാബികൾ കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെളിഞ്ഞ മുഖത്തോടുകൂടി, പ്രസരിപ്പുള്ള മുഖത്തോടുകൂടി മാത്രം പ്രവാചകനെ കണ്ടിട്ടും ദർശിച്ചിട്ടുമുള്ള സഹാബാക്കളാണ് വിവർണമായ മുഖഭാവത്തോടുകൂടി സദസ്സിലേക്ക് ദേഷ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന ഒരു സന്ദർഭത്തെ സഹാബാക്കൾ വിശദീകരിക്കുന്നുണ്ട്. റസൂൽ നേരെ കയറി വന്നിട്ട് അവിടെ നടത്തുന്ന ഒരു പ്രസ്താവനയാണ്, വല്ലാഹി ലാ യുഅ്മിൻ, അവൻ ഈമാനില്ലാത്തവനാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, അവന് ഈമാനില്ല. പ്രവാചകൻ ആരാണ് എന്ന് പറയാതെ വ്യംഗ്യമായി ഒരു വർത്തമാനം പറഞ്ഞു. വീണ്ടും റസൂൽ പറഞ്ഞു, വല്ലാഹി ലാ യുഅ്മിൻ, അവന് ഈമാൻ ഒരു തരിമ്പുമില്ല കേട്ടോ. സഹാബാക്കൾ ഭയന്നുകൊണ്ട്, ഒരു വേള അവർ ഭയന്നുകൊണ്ടാണ് റസൂലിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്. ഖീല വമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ആരെക്കുറിച്ചാണ് താങ്കൾ ഇങ്ങനെ മുഖം കറുപ്പിച്ച് പറയുന്നത്? ആരാണ് മനുഷ്യൻ റസൂലെ? ഈമാനില്ലാത്തവൻ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബക്കിറാമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലദീ ലാ യഅ്മനു ജാറുഹു അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ഉപദ്രവത്തിൽ നിന്ന് ഏതൊരാളുടെ അയൽവാസിയാണോ നിർഭയനാവാത്തത് അവൻ മുഅ്മിനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഞാൻ ഉപദ്രവിക്കുകയില്ല, ഞാൻ ശല്യപ്പെടുത്തുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല എന്ന് ആർക്കാണോ നിർഭയമില്ലാത്തത്, അല്ല അവൻ അങ്ങനെയല്ല, അവൻ എന്നെ ഉപദ്രവിക്കും, അവൻ എൻ്റെ അയൽവാസി എന്നെ ഭയക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവന് ഈമാനില്ല എന്നാണ്. എൻ്റെ അയൽവാസി എന്നെ ഭയക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവന് ഈമാനില്ല എന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ അയൽപക്കത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരുടെ അയൽപക്കങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് പോവേണ്ടതില്ല. നമ്മുടെ അയൽപക്കങ്ങളെ സംബന്ധിച്ച് നമ്മളോടുള്ള നമ്മുടെ അയൽപക്കക്കാരുടെ കാഴ്ചപ്പാട് എന്താണെന്നതിനെ കുറിച്ച് ഏറ്റവും കുറഞ്ഞ പക്ഷം പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരാലോചനയെങ്കിലും നടത്തേണ്ടതില്ലേ? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന നിങ്ങളുടെ സഹപ്രവർത്തകൻ, നിങ്ങളുടെ കീഴിലുള്ളവരാവാം, നിങ്ങളുടെ കടയിൽ നിൽക്കുന്ന സ്റ്റാഫാകാം, മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മുകളിലും താഴെയുമുള്ളവർ, എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത്, നമ്മളെക്കുറിച്ച് പറയുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. കാരണം ആ ആലോചനയും അവരുടെ കൃത്യമായ സർട്ടിഫിക്കറ്റും പടച്ചവന്റെ അടുക്കൽ നിങ്ങൾക്കുള്ള സാക്ഷ്യപത്രമാണ്. അത് ഈമാനുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എൻ്റെ അയൽവാസിക്ക് സത്യത്തിൽ എന്നെ ഭയമാണ്. എപ്പോഴാണ് ഞാൻ പൊട്ടിത്തെറിക്കുക എന്നറിയില്ല. എൻ്റെ നാവിൽ നിന്ന് എപ്പോഴാണ് ഒരു അശ്ലീലം വരുന്നത് എന്ന്, എപ്പോഴാണ് കേൾക്കേണ്ടി വരുന്നത് എന്ന് അവന് ഭയമാണ്. ഏത് നേരത്താണോ അവന്റെ വീട്ടിലെ അടിച്ചുകൂട്ടിയ വേസ്റ്റ് എന്റെ മതിലിന്റെ പുറകിലൂടെ എന്റെ പറമ്പിലേക്ക് ദുർഗന്ധം വമിക്കുന്നതിനിടയിൽ വലിച്ചെറിയുന്നത് എന്നോർത്ത് എന്റെ അയൽവാസിക്ക് ഭയമാണ് എങ്കിൽ, ഏത് സമയത്താണ് ഞാൻ സംശുദ്ധമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്റെ ജലസ്രോതസ്സായിരുന്ന കിണർ, ആ കിണറിന്റെ സമീപം അവനവന്റെ കക്കൂസിന്റെ ടാങ്ക് പണിയുന്നത് എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഒരല്പം എളുപ്പം കിട്ടാൻ വേണ്ടി കയറി നടന്നു പോയിരുന്ന വഴി എപ്പോഴാണ് അയൽവാസി പൊട്ടിയെടുക്കുന്നതെന്നറിയില്ല. എപ്പോഴാണ് എൻ്റെ മകൾ നോക്കി നിൽക്കി അവൻ്റെ മക്കൾ മധുര പലഹാരങ്ങൾ നീട്ടി എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പിനെ ചോദ്യം ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയില്ല. ഈ അർത്ഥത്തിൽ അയൽവാസികൾക്ക് നമ്മെ ഭയപ്പെടുന്നുവെങ്കിൽ പ്രവാചകൻ പറയുന്നു, അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു വല്ലാഹി ലാ യുഅ്മിൻ, അവന് ഈമാനില്ല. അവന്റെ കയ്യിൽ ആരാധനകളുടെ ഭാണ്ഡക്കെട്ടുകളും തഹജ്ജുദിന്റെ കൂമ്പാരങ്ങളും ഉണ്ടെങ്കിലും റബ്ബിന് അവന്റെ ഈമാൻ വേണ്ടതില്ല, അമലുകൾ വേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ആരാണ് അയൽവാസികൾ? വിശുദ്ധ ഖുർആൻ
3 കൂട്ടരെയാണ് അയൽവാസിയായിട്ട് പഠിപ്പിച്ചത്. ഞാൻ ഓതി വെച്ച സൂറത്ത് നിസായിലെ ആയത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. വൽജാരി ദിൽ ഖുർബ, 1 ബന്ധുവായ അയൽവാസി. വൽജാരിൽ ജുനുബി, 2 ബന്ധുത്വമില്ലാത്ത അയൽവാസി. 3 വസ്സാഹിബു ബിൽ ജംബ്, കൂടെ ഇടപഴകുന്ന ആളുകൾ. നമ്മുടെ അയൽവാസിയുടെ ലിസ്റ്റിലും അയൽവാസിയുടെ മാനദണ്ഡത്തിലും പെട്ടവരാണ്. ഇവർ 3 പേരും അയൽവാസികളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇവരോട് എങ്ങനെ പെരുമാറണം? ഇവരോട് പെരുമാറുമ്പോൾ അവന്റെ ദീനും അവന്റെ ആദർശവും അവന്റെ മതവും അവന്റെ വിശ്വാസവും അവന്റെ രാഷ്ട്രീയവും പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് എന്ന് പറയുന്ന സഹാബി വരും. തന്റെ വീട്ടിൽ അദ്ദേഹം ഉളഹിയ കർമ്മം നടത്തി. ആവശ്യക്കാർക്ക് അദ്ദേഹം മാംസം വിതരണം ചെയ്ത് എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഭാര്യയോട് ചോദിക്കുന്ന 1ാമത്തെ ചോദ്യം, അഹദൈതും ലിജാരിനൽ യഹൂദി, അഹദൈതും ലിജാരിനൽ യഹൂദി, നമ്മുടെ യഹൂദിയായ അയൽക്കാരന് നീ ആ മാംസം വിതരണം ചെയ്തോ എന്ന് ചോദിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചരിത്രത്തിൽ കാണാം. മഹദി പറഞ്ഞു, ഞാൻ കൊടുത്തു. നമുക്കൊരു സംശയമുണ്ടാവും, കഴിഞ്ഞ വെള്ളിയാഴ്ച യഹൂദികളെ പറഞ്ഞതിന് ഒരതിരുമില്ല. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ്, വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ നിർദാക്ഷിണ്യപരമായ സമീപനം പുലർത്തുന്നവരാണ് യഹൂദികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഒന്ന് ചോദിക്കുന്നത്, അഹദൈതും ലിജാരിനൽ യഹൂദി, ഞങ്ങളുടെ യഹൂദിയായ അയൽക്കാരന് നീ ഉളഹിയയുടെ മാംസം കൊടുത്തോ എന്ന് സഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ചോദിക്കുന്നു. ഭാര്യയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ ആ സഹാബി പറയുന്നുണ്ട്, അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടു. സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാരി ഹത്താ ളനന്തു അന്നഹു സയുവരിസു. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവന് ഇടപഴകുന്ന അവന്റെ അയൽവാസിയോട്, അവന്റെ സഹപ്രവർത്തകനോട്, അവന്റെ കടയിലെ സ്റ്റാഫിനോട്, അവന്റെ ക്ലാസ്സിലെ സഹപാഠിയോട് പെരുമാറേണ്ടതിന്റെ മര്യാദകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് ജിബ്രീൽ എന്നോട് വസിയത്ത് കൊണ്ടേയിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, എൻ്റെ സ്വന്തം അയൽവാസിക്ക് ഞാൻ മരിച്ചുപോയാൽ എൻ്റെ അനന്തര സ്വത്തിൻ്റെ ഓരോഹരി ഞാൻ മാറ്റിവെക്കണമെന്ന് ജിബ്രീൽ പറഞ്ഞു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. തൻ്റെ പ്രിയപ്പെട്ട മഹദിക്ക് സംശയമുണ്ടാവാതിരിക്കാൻ, ഈ പറഞ്ഞത് വെറുതെ കള്ളമാണ് എന്ന് തോന്നാതിരിക്കാൻ പ്രിയപ്പെട്ട ഭാര്യ ഓർമ്മപ്പെടുത്തുന്ന അംർ ഇബ്നുൽ ആസ്. മദീനയുടെ അടുത്തൊരു ഗോത്രമുണ്ടായിരുന്നു. ആ ഗോത്രത്തിലെ ആളുകൾ, അയൽവാസികൾ തമ്മിൽ, ആ കോളനിയിലെ ആളുകൾ തമ്മിൽ വലിയ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ല മഹാന്മാരായ 3 പ്രതിഭകളെ റസൂലുള്ളാഹി പറഞ്ഞയക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു. ഈ 3 പേരുടെയും നേതൃത്വത്തിൽ അയൽവാസി പ്രശ്നം, അയൽപക്ക തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി റസൂൽ പറഞ്ഞു വിടുകയാണ്. സംസാരിച്ചിട്ട് റസൂൽ അവർക്കൊരു നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ മടങ്ങുന്ന നേരത്ത് അവരോട് ഇങ്ങനെ വിളിച്ചു പറയണം. എന്നിട്ട് അവരോട് പറയണം, അലാ ഇന്ന 40 ജാറൻ ദാറുൻ, അലാ ഇന്ന 40 ജാറൻ, അലാ ഇന്ന 40 ദാറൻ ജാറുൻ. ഒരു തന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന 40 കുടുംബങ്ങളാണ് അവന്റെ അയൽവാസി എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചിട്ട് തിരിച്ചു വരാൻ. ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറഹു ബവാഇഖു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറഹു ബവാഇഖഹു. തന്റെ ഉപദ്രവം ഭയക്കാത്ത അയൽവാസി മാത്രമാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ആരുടെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി ഭയപ്പെടുന്നുവോ എങ്കിൽ അവൻ വിശ്വാസിയായിരിക്കും, സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർദ്ദേശം നൽകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അയൽവാസിയോട് ഇത്രയധികം ബന്ധം കാത്തു സൂക്ഷിക്കണമെന്ന് ദീൻ പഠിപ്പിക്കുന്നത്? പള്ളിയിലെ സാധു സഹായ സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരോടുള്ള ഏറ്റവും വലിയ ബാധ്യതകൾ, നമ്മുടെ അയൽവക്കങ്ങളോടുള്ള ബാധ്യതകൾ ഏറ്റവും സുപ്രധാനമായതാണ് ഇത്തരം സഹകരണങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെയായിരുന്നു പ്രവാചകന്റെ അയൽവാസികളോടുള്ള ബന്ധം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം എന്ത് എന്ന് പറയാൻ എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണം നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോൾ അവിടുത്തെ ഒരു പരിച ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന സംഭവം കേൾക്കാത്ത മുഅ്മിനീങ്ങൾ ആരുമില്ല. കയ്യിൽ ഒരു രാഷ്ട്രമുണ്ടായിരുന്നിട്ട്
സമ്പന്നരായ വലിയ സഹാബാക്കൾ തന്റെ ചൊൽപ്പടിയിലുണ്ടായിരുന്നിട്ട് റസൂലിന് കടം കൊടുക്കാൻ ആളില്ലാത്തതായിരുന്നില്ല പ്രശ്നം. പക്ഷേ റസൂലും റസൂലിന്റെ ജൂതനായ അയൽവാസിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴമാണ് അതിന്റെ പ്രശ്നമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അർത്ഥത്തിൽ നമ്മളൊന്ന് വായിച്ചു നോക്കൂ. കൊടുക്കൽ വാങ്ങലുകൾ നടത്താൻ എൻ്റെ അയൽക്കാരനായ യഹൂദിയോടാണെങ്കിലും അത്രമേൽ ബന്ധത്തിന്റെ ആഴം വെച്ച് പുലർത്തുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അംർ ബിൻ ശുഐബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വന്നിട്ട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, മാ ഹഖുൽ ജാരി, അയൽവാസിയോട് ഞാൻ എങ്ങനെ പെരുമാറണം റസൂലേ? എൻ്റെ സഹപ്രവർത്തകന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണം റസൂലേ? എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത്തദ്രി മാ ഹഖുൽ ജാർ, നിനക്കറിയുമോ അംർ അയൽവാസിയോടുള്ള പെരുമാറ്റം എന്താണ് എന്ന്? നിനക്കറിയുമോ അംർ അയൽവാസിയോടുള്ള പെരുമാറ്റം എന്താണ് എന്ന്? ഇത്ര വിശദമായി വിശദീകരിക്കപ്പെടുന്ന എണ്ണി പറയുന്ന ഒരു ഹദീസ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. 11ഓളം കാര്യങ്ങൾ അയൽപക്കവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ എണ്ണിപ്പറയുന്നത് പ്രിയപ്പെട്ടവരെ ഹൃദയവികാരത്തോടു കൂടിയല്ലാതെ നമുക്കതിന് കേട്ടിരിക്കാൻ കഴിയില്ല. റസൂൽ ഒന്നാമതായി പറഞ്ഞത്, ഇദസ്തആനക അൻതഹു, അവരെന്തെങ്കിലും സഹായം ചോദിച്ചാൽ നീ അവനെ സഹായിക്കണം. തീപ്പെട്ടിയും പഞ്ചസാരയും മുളകുപൊടിയും കുരുമുളകും ഒക്കെ കൈമാറിയിരുന്ന ഒരു അയൽപക്കക്കാലത്തെ കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു സഹായം ചോദിക്കാൻ പറ്റുന്ന തരത്തിൽ കയറി ഇറങ്ങാൻ പറ്റുന്ന, കയറി നിരങ്ങാൻ പറ്റുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അയൽപക്കം. നിന്നോട് സഹായം ചോദിച്ചാൽ നീ അവനെ സഹായിക്കണം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദസ്തഖറലക അഖറൽതഹു, നിന്നോട് കൈവായ്പ ചോദിച്ചാൽ നീ വായ്പ കൊടുക്കണം. അയൽപക്കങ്ങൾക്കിടയിൽ, അയൽബന്ധങ്ങൾക്കിടയിൽ ആഴമേറിയ ബന്ധം സൃഷ്ടിക്കാനുള്ള ഏറ്റവും നല്ല മാനദണ്ഡം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി നിർദ്ദേശിക്കുന്നു. എത്ര കുടുംബങ്ങളുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഗതിയില്ലാത്തവർ, പൈസ കയ്യിലില്ലാത്തവർ, അഭിമാനം കൊണ്ട് കടം ചോദിക്കാത്തവർ, അയൽപക്കത്തോട് ചോദിക്കാൻ പറ്റിയ, അയൽപക്കത്തോട് ചോദിക്കാൻ പറ്റാത്ത വലിയ മതിലുണ്ടാക്കി അവരുടെ പ്രശ്നങ്ങൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ള ആലോചനയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവണം. മൂന്നാമത്തെ വർത്തമാനം, വഇദാ മരിള ഉദ്ദഹു, അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കാനുള്ള മാന്യത കാണിക്കണം. അമേരിക്കയിലുള്ള, കാനഡയിലുള്ള, UK യിലുള്ള പല മനുഷ്യരെയും നമ്മൾ മൊബൈലിലൂടെ ആശയവിനിമയം നടത്താറുണ്ട്. അവസാനം അവർ പറയണം നിന്റെ അയൽവാസി രോഗിയാണ് എന്ന്, അവർ പറയണം നിന്റെ അയൽവാസി മരണപ്പെട്ടിരിക്കുന്നുവെന്ന്. പ്രവാസിയായ സഹോദരൻ പറഞ്ഞിട്ട് അയൽപക്കത്തെ രോഗവിവരവും മരണവും അറിയുന്ന എത്രയോ ആളുകൾ, എത്രയോ അനുഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, അയൽവാസിയായ സഹോദരൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണമെന്നല്ല. ഉത്ത എന്ന വാക്കിന്റെ അർത്ഥം അവന് രോഗി പരിചരണം ലഭ്യമാക്കൽ നിന്റെ ബാധ്യതയാണ്. അവന്റെ അടുക്കൽ ചെന്ന് അവൻ ആവശ്യമായ പരിചരണങ്ങൾ ചെയ്യൽ നിന്റെ ഉത്തരവാദിത്തമാണ്. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, വഇദസ്തഖറഉത്തഇലൈഹി, അവന്റെ വിശേഷങ്ങൾ തിരക്കണം. ജോലിയെക്കുറിച്ച്, മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അന്വേഷിക്കണം. നിങ്ങൾക്ക് കൊടുക്കാൻ കയ്യിലൊന്നുമില്ലെങ്കിൽ ആ അന്വേഷണം അവരുടെ ഹൃദയം നിറയ്ക്കും, ആ അന്വേഷണം അവരുടെ മുറിവകറ്റും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, വഇദാ അസാബഹു ഖൈറുൻ ഹന്നതഹു, അവനൊരു നന്മയുണ്ടായാൽ ഒന്ന് ആശീർവദിക്കാൻ, ഒന്ന് ആശംസിക്കാൻ, അവന്റെ നന്മയിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ നിനക്ക് കഴിയണം. അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നന്മകളിൽ അങ്ങേയറ്റത്തെ ഹൃദയം തുറന്നുകൊണ്ട് ആശീർവദിക്കാനും ആശംസിക്കാനും അനുഗ്രഹിക്കുവാനും നിനക്ക് സാധിക്കണം. നമ്മുടെ സാമൂഹിക പരിസരങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയാണ് ഈ സാമൂഹിക പരിസരത്ത് നിന്ന് ഈ പറയപ്പെട്ട ഒരു സംഗതി അപ്രത്യക്ഷമായത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അസൂയാധിഷ്ഠിതമായ പരിസരങ്ങൾ കൊണ്ട് സമൂഹം ഇന്ന് വഷളായിരിക്കുകയാണ്. നമ്മൾ TV യിൽ ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും. ഒരു വീട്ടിലേക്ക് ഭാര്യയും ഭർത്താവും LED TV-യുമായിട്ട് പോവുകയാണ്. തൊട്ടടുത്ത അയൽവാസി ഇവർ LED താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകുന്നത് അവർ നോക്കുന്നു. അതിൻ്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ വരുന്നു, അയൽക്കാരിൽ അസൂയ ജനിപ്പിക്കുമെന്ന്. പരസ്യങ്ങൾ പോലും, നമ്മുടെയൊക്കെ മനോഗതി പോലും, നമ്മുടെ പരിസരങ്ങൾ പോലും അസൂയാധിഷ്ഠിതമായ അറുവഷളൻ മാനസിക വൈകൃതങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ മനസ്സ് ആ അർത്ഥത്തിൽ വിധേയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ അവർക്കുണ്ടാകുന്ന നന്മയിൽ അവരെ ആശംസിക്കണം, ആശീർവദിക്കണം. വഇദാ അസാബഹു മുസീബത്തുൻ അസൈതഹു, അയാൾക്കൊരു ദുരിതമുണ്ടായാൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിയണം. വഇദാ മാത തബിഅത ജനാസതഹു, മരിച്ചാൽ അവന്റെ ജനാസയെ അനുഗമിക്കണം.
8ാമത്തെ വർത്തമാനം റസൂലുള്ള പറയുന്നത് വലാ തസ്തതീലു അലൈഹി ബിൽ ബിനാഇ തഹ്ജിബു അൻഹു റീഹ ഇല്ലാ ബിഇദ്നിഹി. നീ വീട് പണിയുമ്പോൾ, കെട്ടിടമുണ്ടാക്കുമ്പോൾ അവന്റെ വായു പോലും നിനക്ക് തടയാൻ അനുവാദമില്ല. നീ ഉണ്ടാക്കുന്ന വീടിന്റെ വലിപ്പം കൊണ്ട് അവന്റെ വെളിച്ചം അണഞ്ഞു പോകരുത്, അവന്റെ കുടുംബജീവിതത്തിലെ പ്രകാശം കെട്ടുപോകരുത്. അവന്റെ അനുമതിയില്ലാതെ നീ ആ പണിക്ക് മുതിരരുത്. സ്വന്തം അയൽക്കാരൻ വഴി കൊടുക്കാത്തതിന്റെ പേരിൽ ഒരമ്മയും 3 പെൺകുഞ്ഞുങ്ങളും 6 മാസം ഒറ്റപ്പെട്ട് കിടന്ന് ഉറുമ്പരിച്ചു മരിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാക്ഷര കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് എന്നത് നമ്മൾ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചു. റസൂൽ പറയുന്നു, നീ ഉണ്ടാക്കുന്ന വീട് കൊണ്ട് അവരുടെ വീടിന്റെ വെളിച്ചം അടയരുത്, അവരുടെ വീടിന്റെ വഴി അടഞ്ഞു പോകരുത്. ഞാൻ വീട് പണിയുമ്പോൾ, അതിന് വീടിന് കക്കൂസ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അയൽവാസിയുടെ കിണറവിടെയുണ്ടോ, കുളം അവിടെയുണ്ടോ, ജലസ്രോതസ് അവിടെയുണ്ടോ, ആ പരിസരത്തെങ്കിലും അവർക്ക് വിഘാതം സൃഷ്ടിക്കുമോ എന്ന് പരിഗണിക്കൽ എൻ്റെ വെറും ബാധ്യതയല്ല, എൻ്റെ ഈമാനിന്റെ ബാധ്യതയാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആളുകൾക്കിടയിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകൽ സ്ഥിരം പതിവാണ്. ഒരു ചാൺ മണ്ണിനു വേണ്ടി, ഒരടി കിട്ടാൻ വേണ്ടി തർക്കിക്കുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിർത്തി തർക്കങ്ങളുടെ പേരിൽ അയൽപക്കങ്ങളിൽ ബന്ധത്തിന് വിഘ്നം സൃഷ്ടിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഈ ഹദീസുകൾ ഒന്ന് ഓർത്തെടുത്തു വെക്കണം. ലാ ദററ വലാ ലിദ്റാർ, നിങ്ങൾ ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന് റസൂൽ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഇദഖ്തലഫ്തും ഫിത്തുർക്കി, നിങ്ങൾക്കിടയിൽ വഴി തർക്കമുണ്ടായാൽ ഫജഅലൂഹു സബഅത അദ്റുഇൻ, 7 മുഴം നീ അയാൾക്ക് അളന്നു കൊടുക്കണമെന്ന. 7 മുഴമൊന്നും വേണ്ട, അയാൾക്ക് കയറിപ്പോകാൻ ഒരു വഴി കൊടുക്കാൻ മാത്രം വിശാലമായ മനസ്സെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കുണ്ടോ? അങ്ങനെ ഏതെങ്കിലും അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. കറണ്ട് ബില്ല് വർദ്ധിക്കുമെന്ന് കരുതിയിട്ട് അയൽവാസി കയറിപ്പോകുന്ന വഴിയിലെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കിടന്നുറങ്ങുന്ന മാന്യന്മാരുള്ള നാടാണ് നമ്മുടേത്. നടന്നു പോകുന്ന വഴിയിൽ ഒരു വെളിച്ചമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ അവനത് മുഅ്മിനാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു കേസ് വന്നു. ലഹാക്കും മുഹമ്മദ് ബിൻ മസ്നബിയും തമ്മിലായിരുന്നു പ്രശ്നം വഴി തേടാണ്. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹു ആ പ്രശ്നമുണ്ടായ ആളുകളോട് പറയുന്നുണ്ട്, നീ ധൈര്യപൂർവ്വം ആ വഴിയിൽ നടക്കണം. അവനെങ്ങാനും ഇനി നിന്നെ തടഞ്ഞാൽ ലശഖഖ്തു അലാ ബത്നിഹി, അവന്റെ വയറ് കീറിയിട്ടാണെങ്കിലും ഞാൻ നിനക്ക് വഴിയുണ്ടാക്കി തരുമെന്ന് പറയുന്ന ധീരനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ നിലപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രമേൽ പ്രസക്തമാണ്. ഹദീസിനെ ഉൾക്കൊണ്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവ്യപ്രകാശത്തിന്റെ വചനങ്ങൾ ഉൾക്കൊണ്ട ഒരു ഭരണാധികാരിക്ക് മാത്രമേ അത്തരമൊരു വർത്തമാനം പറയാൻ കഴിയൂ. വഴി അയൽവാസിയുടെ അവകാശമാണ് എന്ന് മറക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 9ാമത്തെ നിർദ്ദേശം, വലാ തുദ്ദിഹി ബിഖുതാരിഖി ദിരിക ഇല്ലാ അൻ തഗ്സിഫ ലഹു മിൻഹാ, നിന്റെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ മണം അതുകൊണ്ട് നീ നിന്റെ അയൽവാസിയെ പ്രയാസപ്പെടുത്തരുത്. അല്ലെങ്കിൽ നിന്റെ കറിയിലെ ഒരു ഓഹരി ആ വീട്ടിലേക്ക് ഒന്ന് എത്തിക്കാനുള്ള സന്മനസ്സുണ്ടാവണം. അബൂദറിനെ വിളിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അത് പറയുന്നുണ്ട്, യാ അബൂദർ ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹ വതഅഹദ് ജീറാനക്, വീട്ടിൽ കറി ഉണ്ടാക്കിയാൽ അബൂദറെ അയൽവാസിയെ പരിഗണിക്കണം. കറി കുറവാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് ആ കറിയെ നീട്ടിക്കൊടുക്കൂ എന്ന് അബൂദർ റളിയല്ലാഹു തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മുടെ അയൽവക്കങ്ങളിൽ നടക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഒന്നുപോലും വിടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. 10ാമത്തെ നിർദ്ദേശം, വ ഇൻ ഇസ്തറൈത ഫാകിഹതൻ ഫഹ്ദി ലഹു, വീട്ടിൽ പഴവും ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ നമ്മൾ പഴം വാങ്ങിക്കൊണ്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് പോകാറുള്ളത്. അയൽവാസിയുടെ മകനത് നോക്കി നിൽക്കുന്നുണ്ടാവും. റസൂലിന്റെ വാചകം നോക്കൂ, നിങ്ങളൊരു പഴം വാങ്ങിച്ചാൽ അയൽവാസിക്ക് നിങ്ങൾ ഒരു പഴം വാങ്ങിയാൽ അയൽവാസിക്ക് ആ പഴത്തിൽ നിന്നും ഹദിയ കൊടുക്കണം. ഫഹ്ദി ലഹു. എന്നിട്ട് റസൂൽ പറയുന്നു, ഫഇല്ലം തഫ്അൽ, ആകെ 2 ആപ്പിളെ വാങ്ങിച്ചുള്ളൂ, അധികമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ വളരെ കുറച്ച് പഴങ്ങൾ മാത്രമേ, നിങ്ങളുടെ കുടുംബത്തിന് മാത്രം ഭക്ഷിക്കാനുള്ള വിഭവം മാത്രമേ നിങ്ങളുടെ കവറിലാക്കി നിങ്ങൾ പോകുന്നുവെങ്കിൽ, കൊടുക്കാൻ തികയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഫഅദ്ഖിൽഹാ സിർറൻ, അത് വീടിന്റെ ഉള്ളിൽ വെച്ച് രഹസ്യമായി നിങ്ങളുടെ മക്കളോട് കഴിക്കാൻ പറയണം. വലാ യഖ്റുജു ബിഹാ വലദുക ലിയഗീള ബിഹാ വലദ, നിന്റെ കുട്ടി അതും പിടിച്ച് പുറത്തിറങ്ങി ആ ആപ്പിൾ കഷ്ണവും കടിച്ചു തിന്നുന്നത് കണ്ടിട്ട് നിന്റെ അയൽവാസിയായ കുട്ടിക്ക് പ്രയാസം വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമൂഹത്തിനാണ് ഇത്തരം സാരോപദേശങ്ങൾ ലഭ്യമാവുക? എൻ്റെ മോന് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതാണ്, അത് അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിന്ന് കഴിക്കാൻ പറയണം, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്.
അവസാനത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം, മൻ കാന ലഹു അർദുൻ വ അറാദ ബൈഅഹാ ഫൽയുറിദ്ഹാ അലാ ജാരിഹി. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളുടെ വീടോ നിങ്ങളുടെ പറമ്പോ വിൽക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആദ്യം അയൽവാസിയോട് വേണം ആ വിവരം പറയാൻ. മാന്യമായ വില കിട്ടുമെങ്കിൽ അയൽവാസിക്ക് ആ വീട് ആദ്യം വിൽക്കണം, അയൽവാസിക്ക് ആ പറമ്പ് ആദ്യം വിൽക്കണം. ആദ്യ കച്ചവടം നടത്തേണ്ടുന്നത് അയൽവാസിയുമായിട്ടാണ്. മാന്യമായ വില തരുന്നുവെങ്കിൽ ആ കച്ചവടം നിങ്ങൾ ഉറപ്പിക്കണം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഹഖുശ്ശുഫ എന്നൊരു ഇനമുണ്ട്. എൻ്റെ പറമ്പ് വയ്ക്കുമ്പോൾ, എൻ്റെ പറമ്പ് ഞാൻ വാങ്ങിക്കുമ്പോൾ, വിൽക്കുന്ന സമയത്ത് അത് വാങ്ങിക്കാൻ ഏറ്റവും അർഹൻ അയൽവാസിയാണ് എന്നതിനാണ് ഹഖുശ്ശുഫ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അവസാനമായി ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. യാഥാർത്ഥ്യമാണ്, നമ്മുടെ നാട്ടിലെ പച്ചയായ നഗ്നയായ യാഥാർത്ഥ്യമാണ് വ്യഭിചാരത്തിന്റെ വർധനവ്. പ്രിയപ്പെട്ട സഹോദരൻ, നമുക്കറിയാം പുതിയ കാലത്ത് തോന്നിവാസങ്ങളുടെ കാലമാണ്. ഒരാൾ വ്യഭിചരിച്ചാൽ വ്യഭിചാരത്തിന്റെ ശിക്ഷ അത് ഹറാമാണ്, അതിന് കൃത്യമായ ശിക്ഷ ദീൻ നിർണയിച്ചിട്ടുണ്ട്. അയൽവാസിയാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ അതിന് 10 ഇരട്ടി ശിക്ഷയാണ്. അയൽവാസിയുമായി ബന്ധപ്പെട്ടാണ് നിന്റെ പാപമെങ്കിൽ അതിന് 10 ഇരട്ടി പാപമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിർദ്ദേശങ്ങൾ, ഈ സാരോപദേശങ്ങൾ, അയൽപക്ക ബന്ധത്തിൽ നാം പുലർത്തേണ്ടുന്ന സമീപനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമ്മളൊന്ന് പുനഃപരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ അനുവർത്തിക്കുവാനുമുള്ള നല്ല നയ സമീപനങ്ങൾ അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.